Hi everyone. എൻ്റെ പേര് മേഘ. ലൈഫ് സയൻസ് അക്കാഡമി കണ്ണൂർ 23 ജനുവരി ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ, ആൻഡ് ഐ ക്വാളിഫൈഡ് JRF in this June exam. And ഞാനിപ്പോൾ അവിടെ തന്നെയാണ് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു. And today we are going to discuss about the topic genome organization. So let's begin. Genome organization. എന്താണ് ആ പേര് തന്നെ, അല്ലെങ്കിൽ what does it mean? What does genome organization mean? How the genome or the DNA is packaged inside the nucleus. That's what genome organization means. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീനോം ഓർഗനൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ജീനോം? നിങ്ങൾ ന്യൂക്ലിയോടൈഡ് ക്ലാസ് കേട്ടവരല്ലേ? എന്താണ് ജീനോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഹാപ്ലോയിഡ് സെല്ലിലത്തെ ജനറ്റിക് കണ്ടന്റ് ആണോ അതോ ഡിപ്ലോയിഡ് സെല്ലിലത്തെ ജനറ്റിക് കണ്ടന്റ് ആണോ? വേഗം കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. Haploid. അതെ, ഹാപ്ലോയിഡ് സെല്ലിന്റെ ഇറ്റ് ഈസ് ദ ജനറ്റിക് കണ്ടന്റ് ഓഫ് ദ ഹാപ്ലോയിഡ് സെൽ അല്ലെ, അതാണ് ജീനോം. അപ്പോ നമ്മളിപ്പോ ഡിപ്ലോയിഡ് സെല്ലാണ് കൺസിഡർ ചെയ്യുന്നത്. എനിവേ നമ്മൾ എങ്ങനെയാണ് DNA, ഹൗ ദ DNA is organized or condensed or packaged inside the nucleus എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വൈ ദ DNA has to be packaged? അല്ലെങ്കിൽ നമ്മൾ DNA സ്ട്രക്ചർ പഠിച്ചിട്ടുള്ളത് BDNA, ZDNA, ADNA, on cDNA, DDNA, different types of DNA ഉണ്ട് അല്ലെ. There are different types of DNA structures, and DNA structure itself consists of three levels. There are three levels of structures for DNA. There is a primary structure, that is just the polynucleotide chain. There is a secondary structure, which is the BDNA, ADNA, ZDNA, that is the double helical structure of DNA. And there is a tertiary structure, that is the supercoiling of DNA, or supercoiling or higher order coiling. So what we are going to discuss is how the DNA is packaged inside the nucleus. Appo why എന്തിനാണ് നമ്മൾ DNA പാക്കേജ് ചെയ്യുന്നത്? Why a DNA has to be packaged inside the nucleus? ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നീണ്ട നിവർന്ന് കിടക്കുന്ന BDNA സ്ട്രക്ചർ, is it protected inside the cell? Is it protected? It is not protected. അതായത് ഡബിൾ സ്ട്രാൻഡഡ് DNA ബ്രേക്സ് ഉണ്ടാക്കുന്ന എൻസൈംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിഗ്രഡേറ്റീവ് എൻസൈംസ്, അതായത് ഇറ്റ് is susceptible to cleavage and degradation by a lot of enzymes inside the nucleus. അപ്പൊ അത് വെൽ പ്രൊട്ടക്റ്റഡ് അല്ല. And every cell has the potential or the aim. എന്താണ് അവരുടെ അൾട്ടിമേറ്റ് എയിം? എല്ലാ സെല്ലിന്റെയും അവരുടെ ജനറ്റിക് ഇൻഫർമേഷൻ, അവരുടെ ജനറ്റിക് മെറ്റീരിയൽ കൃത്യമായി the slide is not moving, Suraj. It's not moving. I haven't touched it yet. Okay. അപ്പം എന്താ പറയുന്നത്? അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീൻ പാക്കേജ് അല്ലെങ്കിൽ DNA പാക്കേജ് ചെയ്യുന്നത്? അത് നീണ്ടു നിവർന്ന് കിടക്കുകയാണെങ്കിൽ it is susceptible to degradation and cleavage, right? So it has to be protected. അത് ഫസ്റ്റ് തിങ്. The second thing, അതായത് നമ്മളിപ്പോ നിങ്ങൾ ഇമാജിൻ ദാറ്റ് the room that you are in is the nucleus, and you have a rope. A rope, it is stretched out. It is fully stretched out to its entire length. അത് കംപ്ലീറ്റ്ലി അൺവൈൻഡ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? യു ഹാവ് ടു ട്രാൻസ്ഫർ ഇറ്റ് ടു അനദർ റൂം. യു ഹാവ് ടു ക്യാരി ഇറ്റ് ടു അനദർ റൂം. ഇത് അടുത്തൊരു റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ is it easier to transport it as it is stretched out? As stretched out ആയിട്ട് അടുത്തൊരു റൂമിലേക്ക് കൊണ്ടുപോകുന്നതാണോ എളുപ്പം, അതോ ഫുള്ളി പാക്കേജ്ഡ് ആക്കി ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റിൽ എടുത്തു വെച്ചിട്ട് അടുത്ത റൂമിലേക്ക് കൊണ്ടുപോകുന്നതാണോ എളുപ്പം? എപ്പോഴും പാക്കേജ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നതല്ലേ എളുപ്പം. സോ സെൽ ഡിവിഷൻ സമയത്ത് കൃത്യമായിട്ട് ജനറ്റിക് മെറ്റീരിയൽ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് രണ്ട് സെൽസിന് കൊടുക്കണമെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് അൺവൈൻഡ് ചെയ്തിട്ട് നേരെ കടന്നാൽ ഇറ്റ് ഇസ് മച്ച് മോർ ഡിഫിക്കൾട്ട്. അതിൽ കുറെ ബ്രേക്സും ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സെഗ്രിഗേഷൻ നടന്നു എന്ന് വരില്ല. സോ ഇൻ ഓർഡർ ടു എൻഷുർ കംപ്ലീറ്റ് സെഗ്രിഗേഷൻ ഓർ എഫിഷ്യന്റ് സെഗ്രിഗേഷൻ ടേക്സ് പ്ലേസ്, എന്ത് ചെയ്യണം? കൃത്യമായിട്ട് DNA ഹാസ് ടു ബി പാക്കേജ്ഡ് ആൻഡ് കണ്ടൻസ്ഡ്. ഓക്കെ ആണോ? ഇനി വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ DNA വാട്ട് ഇസ് ദ ആവറേജ് ലെങ്ത് ഓഫ് ഹ്യൂമൻ DNA? ഹ്യൂമൻ DNA ആവറേജ് ലെങ്ത് എത്രയാണ്? അതെ, 2.2 ആണ്. ദാറ്റ് ഇസ് ട്രൂ. നമ്മൾ എങ്ങനെ അത് കണ്ടുപിടിച്ചത്? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ലെങ്ത് ഓഫ് DNA? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ യു ഹാവ് ഓൾറെഡി ലേൺഡ് ഇൻ ദ ഫസ്റ്റ് ക്ലാസ് ദാറ്റ് നമ്മുടെ നമ്പർ ഓഫ് ബേസ് പെയർസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചില്ലേ? എത്രയാണ് നമ്മുടെ നമ്പർ ഓഫ് ബേസ് പെയർസ്? ഹ്യൂമൻ DNAയില് ന്യൂക്ലിയർ ജീനോമിന്റെ നമ്പർ ഓഫ് ബേസ് പെയർസ് അല്ലെങ്കിൽ സൈസ് പഠിച്ചിരുന്നു. എത്രയാ സൈസ്? 3,200 million base pairs. അതെ, 3,200 million base അല്ലെങ്കിൽ 3.2 ബില്യൺ ബേസ് പെയർസ് നമുക്ക് പറയാം അല്ലെ. സോ 3.2 into 10⁹ ബേസ് പെയർസ് ആണ് നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ ഉള്ളത്. ഇനി അത് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബേസ് പെയർസ് ചെയ്താൽ നമുക്ക് ലെങ്ത് കിട്ടില്ലേ?
So number of base pairs into distance between two base pairs നെയാണ് നമ്മൾ ഹെലിക്സ് റൈസ് പെർ ബേസ് പെയർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ADNA, BDNA, ZDNA സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കാനുണ്ട്. സോ BDNA-യുടെ helix rise per base pair, which is exactly the distance between two adjacent base pairs. It is 0.34 nanometer. So number of base pairs multiplied by the helix rise per base pair gives the length of the genome, which is 1 meter. 1 meter ആണ് ജീനോമിന്റെ ലെങ്ത്. ജീനോം എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഹാപ്ലോയിഡ് സെല്ലിലുള്ള ജനറ്റിക് മെറ്റീരിയലിന്റെ ലെങ്ത് ആണ്, വിച്ച് മീൻസ് 23 ക്രോമസോംസിന്റെ ലെങ്ത് ആണ്, അല്ലെങ്കിൽ 23 DNA-യുടെ ലെങ്ത് ആണ് 1 meter. So what is the length of a single DNA? This 1 meter divided by 23, which is exactly approximately 0.04 meter. ഇത് ഒരു DNA-യുടെ കേസാണ്. So what if it is a diploid cell? മൊത്തത്തിൽ ഓൾമോസ്റ്റ് ഒരു 2.2 അല്ലെങ്കിൽ 2 മീറ്ററോളമാണ് ലെങ്ത് വരുന്നത്. സോ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഹ്യൂമൻ അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസിന്റെ ഡയാമീറ്റർ, ഒരു ആവറേജ് ഡയാമീറ്റർ എന്ന് പറയുന്നത് 20 മൈക്രോമീറ്ററോളാണ് വരുന്നത്. ചില ടെക്സ്റ്റിൽ 10ഉം 20 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് 20 മൈക്രോമീറ്റർ ആണ് ഒരു ആവറേജ് ഡയമീറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് വരുന്നത്. സോ ഈ 20 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉള്ള ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഈ 2 മീറ്റർ വരുന്ന മൊത്തത്തിലുള്ള ഡിപ്ലോയിഡ് സെല്ലാണ് എടുക്കുന്നതെങ്കിൽ 2 മീറ്റർ വരുന്ന DNA-നെ നമുക്ക് പാക്കേജ് ചെയ്ത് വെക്കണ്ടേ? അത് സ്ട്രെയിറ്റ് ആയാൽ പറ്റുമോ? പറ്റില്ല. സോ എഫക്റ്റീവ്ലി നമ്മുടെ ന്യൂക്ലിയസിനുള്ളിൽ പാക്കേജ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീനോം ഓർഗനൈസ്ഡ് ആക്കുന്നത് അല്ലെങ്കിൽ പാക്കേജ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ആർ യു വിത്ത് മീ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് പാക്കേജിങ്ങിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഈ പാക്കേജിംഗ് ഇസ് ഡൺ ബൈ 2 types of proteins, histone proteins and non-histone proteins. Histone proteins ഉണ്ട്, non-histone proteins ആണ് പാക്കേജിംഗിൽ ഇൻവോൾവ് ആയിട്ട് വരുന്നവര്. അതില് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് നോക്കുകയാണെങ്കിൽ, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ ഓഫ് 2 types, canonical histones and non-canonical histones. Canonical histones എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഫോംസ് ഓഫ് ഹിസ്റ്റോൺസ് ആണ് canonical histones, and that consists of linker histone H1, core histones H2A, H2B, H3 and H4. And non-canonical histones are histone variants. These are histone variants, and histone variants എന്ന് പറയുമ്പോൾ ജീൻ എക്സ്പ്രഷൻ മാറ്റാൻ വേണ്ടിയിട്ട്, in order to change the level of gene expression, അത് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യണോ ഓർ ഷുഡ് ബി റിപ്രസ് ഇറ്റ്, അതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, ഓരോ ഹിസ്റ്റോൺസിനും വേരിയൻസ് ഉണ്ട്. ഇവിടെ ഞാൻ കുറച്ച് വേരിയൻസിനെ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. H2X, Z, H3.3 അല്ലെങ്കിൽ സെൻപ, പ്രോട്ടമീൻ, ഇങ്ങനത്തെ കുറച്ച് പേരെ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് വിചാരിക്കരുത് ഇത്രയേ ഉള്ളൂ എന്ന്. എവ്രി കോർ ഹിസ്റ്റോൺ അല്ലെങ്കിൽ എവ്രി ഹിസ്റ്റോൺ, നമ്മൾ കനോണിക്കൽ ഹിസ്റ്റോണിനും എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഹിസ്റ്റോൺ വേരിയൻസ് ഹാവ് ബീൻ ഐഡന്റിഫൈഡ്. സോ ഹിസ്റ്റോൺ വേരിയൻസ് ഹാവ് ബീൻ ഐഡന്റിഫൈഡ് ഫോർ ഓൾ ദ ഹിസ്റ്റോൺസ്. ഇത് ഞാൻ എന്തുകൊണ്ട് സ്ട്രെസ് ചെയ്ത് പറയാന്ന് വെച്ചാൽ, ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്ന എല്ലാം അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോ ഡീൽ ചെയ്യാൻ പോകുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും നമുക്ക് അത് ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞ് കളയാൻ പറ്റില്ല. ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്നത് ഓരോ കാര്യങ്ങളും എന്തായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് വൺ മോർ ടൈം. അപ്പൊ ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇഷ്ടം പോലെ തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. സോ കനോണിക്കൽ ഹിസ്റ്റോൺസ് ഉണ്ട്, നോൺ കനോണിക്കൽ ഹിസ്റ്റോൺസ് ഉണ്ട്. അതിൽ നോൺ കനോണിക്കൽ ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് ദീസ് ആർ ഹിസ്റ്റോൺ വേരിയൻസ്. നോൺ കനോണിക്കൽ ഹിസ്റ്റോൺസ് ആർ ഹിസ്റ്റോൺ വേരിയൻസ്. അതായത് ഇപ്പൊ H2A നോർമൽ ആണെങ്കിൽ ഇപ്പൊ ജീൻ എക്സ്പ്രഷൻ കുറയ്ക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടി കോമ്പാക്ട് ആക്കണം DNA പാക്കേജിംഗ് എങ്കിൽ മാക്രോ H2A എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയന്റ് ഉണ്ട്, അത് വരുന്നു. അല്ലെങ്കിൽ H3യുടെ വേരിയന്റ് ആണ് സെൻപ. സെൻപ സെൻട്രോമിയറിൽ കാണുന്ന ഹിസ്റ്റോൺ ആണ്, H3യുടെ വേരിയന്റ് ആണ്. സോ സെൻട്രോമെറിക് റീജിയൻ എപ്പോഴും എന്തായിരിക്കണം, ഹെട്രോക്രോമാറ്റിനൈസ്ഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. സോ കുറച്ചും കൂടി കോമ്പാക്ട്ലി പാക്കേജിങ്ങിന് വേണ്ടിയിട്ടാണ് H3യുടെ വേരിയന്റ് ആയിട്ടുള്ള സെൻപ ഉപയോഗിക്കുന്നത്. അതുപോലെ H2Aയുടെ ഒരു വേരിയന്റ് ആണ് പ്രോട്ടമീൻ. പ്രോട്ടമീൻ ഇസ് എ ഹിസ്റ്റോൺ വേരിയന്റ് ഓഫ് H2A ഫൗണ്ട് ഇൻ സ്പേംസ്. സ്പേമിന്റെ പ്രോ ന്യൂക്ലിയസിൽ കാണുന്ന H2Aയുടെ വേരിയന്റ് ആണ് പ്രോട്ടമീൻ. സോ പ്രോട്ടമീൻ എന്തിനു വേണ്ടിയിട്ടാ, കുറച്ചും കൂടി കണ്ടൻസ്ഡ് ആയിട്ട് കോമ്പാക്ട്ലി പാക്ക് ചെയ്യാനാണ്. സോ അതായത് ജീനിന്റെ എക്സ്പ്രഷൻ മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജീൻ റിപ്രസ് ചെയ്യണമോ എക്സ്പ്രസ് ചെയ്യണോ എന്നുള്ള കണ്ടീഷൻ അനുസരിച്ച് മാറുന്ന അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹിസ്റ്റോൺ വേരിയൻസ് ആണ് നോൺ കനോണിക്കൽ ഹിസ്റ്റോൺസ്.
ഇത് ഇനിയും കാണാനുണ്ട്. നമുക്ക് ജീൻ റെഗുലേഷന്റെ സമയത്തൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഹിസ്റ്റോണിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോൺ H1, H2A, H2B, H3 and H4 ആർ കനോണിക്കൽ ഹിസ്റ്റോൺസ്. ഈ കനോണിക്കൽ ഹിസ്റ്റോൺസിന്റെ മോളിക്യുലാർ മാസ് ടു നമ്മൾ പെർസെന്റേജ് ഓഫ് ലൈസിൻ ആൻഡ് അർജിനിൻ കണ്ടന്റ് എടുക്കുന്ന സമയത്ത് H1 ഓൾമോസ്റ്റ് 30.5% എന്താണ് ലൈസിൻ ആൻഡ് അർജിനിൻ കണ്ടന്റ് ആണ്. ആൻഡ് ബാക്കിയുള്ളതിൽ വെച്ച് നോക്കുമ്പോൾ കമ്പയറിംഗ് ഓൾ ദ അതേഴ്സ് H2A and H2A to H4 has about 20 to 25% ലൈസിൻ പ്ലസ് അർജിനിൻ. ആൻഡ് അമിനോ ആസിഡ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. ലൈസിൻ, അർജിനിൻ, ഹിസ്റ്റഡീൻ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ്സ് ആണ്. സോ ഹൈ കണ്ടന്റ് ഓഫ് ലൈസിൻ ആൻഡ് അർജിനിൻ മീൻസ് എന്താണ് ഹിസ്റ്റോൺസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലെങ്കിൽ അവർക്ക് നെറ്റ് ചാർജ് എന്താണ് പോസിറ്റീവ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഹിസ്റ്റോൺസ് ആർ ദ മോസ്റ്റ് എഫിഷ്യന്റ് പ്രോട്ടീൻസ് ഫോർ പാക്കേജിംഗ് ഓഫ് DNA. എന്തുകൊണ്ടാ? DNA is നെഗറ്റീവ്ലി ചാർജ്ഡ്. DNA നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നത് ആരാ DNA നെഗറ്റീവ് ചാർജ് കൊടുക്കണേ? വേഗം പറഞ്ഞേ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. അതെ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ് DNA നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നത്. സോ ആ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള DNA കൃത്യമായിട്ട് പാക്കേജ് ചെയ്യണമെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രോട്ടീൻ വേണം? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് വേണം അല്ലെ? സോ ഹിസ്റ്റോൺസ് അങ്ങനെ നോക്കുമ്പോൾ, അതായത് അവരുടെ കണ്ടന്റ് അർജിനിൻ പ്ലസ് ലൈസിൻ കണ്ടന്റ് നോക്കുമ്പോൾ അവര് റിച്ച് ഇൻ പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ്സ് ആണ്. സോ അവരുടെ നെറ്റ് ചാർജ് പോസിറ്റീവ് ആണ്. ആൻഡ് thereby they are effectively or they can effectively participate in the condensation or packaging of negatively charged DNA. ഓക്കെ ആണല്ലോ? ഇനി ക്രോമസോമൽ പാക്കേജിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. ക്രോമസോമൽ പാക്കേജിംഗിലേക്ക് വരുമ്പോൾ there are two levels of packaging അല്ലെങ്കിൽ two levels of condensation. There are lower order condensation and higher order condensation. അപ്പൊ ഈ സ്ട്രക്ചറിൽ ഈ ഒരു ഡയഗ്രാം കാണാനുണ്ടാവുമല്ലോ. അതില് നമ്മൾ ഈ പറഞ്ഞ 2 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ 2 നാനോമീറ്റർ സ്ട്രക്ചർ ആണ് നമ്മൾ സാധാരണ പഠിക്കാറുള്ള BDNA-യുടെ ഡയമീറ്റർ 2 നാനോമീറ്റർ ആണ്. അങ്ങനെ ഇരിക്കുന്ന 2 നാനോമീറ്റർ ഡയമീറ്റർ ഉള്ള BDNA-നെയാണ് നമ്മൾ എന്താക്കി മാറ്റാൻ പോകുന്നത്? കണ്ടൻസ് ചെയ്ത് ഇങ്ങനെ നമ്മൾ സാധാരണ വരയ്ക്കാറുള്ള 4 ആംഡ് ആയിട്ടുള്ള ക്രോമസോം ആക്കി മാറ്റുന്നത്. ഫുള്ളി കണ്ടൻസ്ഡ് DNA നമ്മൾ ക്രോമസോം എന്ന് പറയുന്നത്. ആൻഡ് ഇന്റർമീഡിയറ്റ് സ്റ്റേജസിന് നമ്മൾ ക്രൊമാറ്റിൻ അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ഫൈബർ എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ ലോവർ ഓർഡർ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് 11 നാനോമീറ്റർ ഫൈബറും 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറാണ് ലോവർ ഓർഡർ കണ്ടൻസേഷൻ. ആൻഡ് 300, 700 എന്നൊക്കെ പറയുന്നത് ഹയർ ഓർഡർ കണ്ടൻസേഷൻസ് ആണ്. നമുക്ക് ഫുള്ളി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമസോമിനെ മെറ്റഫേസിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, fully condensed chromosome can only be seen during metaphase. Metaphase മാത്രമേ നമുക്ക് higher order condensation ഏതൊക്കെയാ? higher order condensation 300 നാനോമീറ്ററും 700 നാനോമീറ്ററും ആണ് ഹയർ ഓർഡർ കണ്ടൻസേഷൻ. അപ്പം ലോവർ ഓർഡർ കണ്ടൻസേഷൻ 11 നാനോമീറ്റർ ഫൈബറും 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറും ആണ്. ഹയർ ഓർഡർ കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ 300 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറും 700 ആണ്. ആൻഡ് നമ്മൾ ഫുള്ളി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമസോമിനെ നമുക്ക് എപ്പോൾ മാത്രമേ കാണാൻ പറ്റൂ? മെറ്റാഫേസ് സ്റ്റേജ് ഓഫ് ദ സെൽ സൈക്കിളിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാ? പ്രോഫേസിലാണ് ഹയർ ഓർഡർ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇനിയും കാണും, ജസ്റ്റ് ഞാൻ ഒരു ഔട്ട്ലൈൻ പറയുന്നേ ഉള്ളൂ. പ്രൊഫേസിലാണ് അല്ലെങ്കിൽ ഓൺസെറ്റ് ഓഫ് പ്രൊഫേസിലാണ് ഹയർ ഓർഡർ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് മെറ്റഫേസിലാണ് കംപ്ലീറ്റ്ലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമസോമിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള അനാഫേസ് ആകുമ്പോഴേക്കും എന്തുണ്ടാവും? സെഗ്രിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. വേർ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സ്റ്റാർട്ട് ടു സെപ്പറേറ്റ്. അപ്പോഴും നമുക്ക് 4 ആംഡ് ആയിട്ടുള്ള ക്രോമസോമിനെ കാണാൻ പറ്റില്ല. സോ 4 ആംഡ് ആയിട്ടുള്ള റെപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമസോമിനെ നമുക്ക് എപ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ? മെറ്റാഫേസ് ഓഫ് ദ സെൽ സൈക്കിളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ ഇതാണ് ബേസിക്കലി നമ്മൾ ഇത് മൊത്തം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് 2 നാനോമീറ്റർ ഓൾറെഡി നമ്മൾ ന്യൂക്ലിയോടൈഡ് ചാപ്റ്ററിൽ പഠിക്കും. അത് കഴിഞ്ഞ് 11 നാനോമീറ്ററിലേക്ക് എങ്ങനെ കണ്ടൻസ് ചെയ്യിക്കുന്നു, അത് കഴിഞ്ഞ് 30ലേക്ക് എങ്ങനെ ആക്കുന്നു, 300 എങ്ങനെ ആക്കുന്നു, 700 എങ്ങനെ ആക്കുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ഫുൾ കണ്ടൻസേഷൻ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്റർഫേസിൽ ഓക്കെ, ഡു യു വാണ്ട് മീ ടു സ്ലോ ഡൗൺ? ഓക്കെ, ഐ വിൽ സ്ലോ ഡൗൺ. ഓക്കെ 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 അപ്പം നമ്മുടെ സെൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ
അതില് ഇന്റർഫേസ് ഉണ്ട് ആൻഡ് ദർ ഇസ് എം ഫേസ്. ഇന്റർഫേസ് അപ്പോൾ സെൽ സൈക്കിൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈമും സെല്ല് ഇന്റർഫേസിലാണ് ഇരിക്കുന്നത് അല്ലേ? അതായത് സെൽ സൈക്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ G1 ഫേസ് കാണാൻ പറ്റും. പിന്നെ ഏതൊക്കെ ഫേസ് ഉള്ളത്? G1, S, G2. അതെ, G1, S, G2, M ഫേസ്. പിന്നെ G0 ഫേസ്, ക്വയസന്റ് ഫേസ് നമ്മളൊരു ഡിവൈഡിങ് സെല്ല് കൺസിഡർ ചെയ്യുമ്പോൾ G0 ഫേസ് കൺസിഡർ ചെയ്യണ്ട. അപ്പൊ ഒരു ഡിവൈഡിങ് സെല്ലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ G1, S, G2, M ഇതായിരിക്കും എന്ത് സെൽ സൈക്കിളില് അല്ലെങ്കിൽ എന്താ പറയാ സെൽ സൈക്കിളിൽ ഇതൊക്കെയാണ് സ്റ്റേജസ് വരുന്നത്. ഇതില് ഒരു 24 അവർ സെൽ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ 9 hours ആണ് G1 ഫേസിൽ ആ സെൽ സ്പെൻഡ് ചെയ്യുന്നത്. 10 hours ആണ് അത് S ഫേസിൽ സ്പെൻഡ് ചെയ്യുന്നത്. 4.5 hours ആണ് അത് G2 ഫേസിൽ സ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഓൺലി 30 minutes is being spent in the M phase. അതായത് 4.5 hours ആണ് ഏതില് G2 ഫേസില്. പിന്നെ 9 hours ആണ് G1 ഫേസില് ആൻഡ് 10 hours ആണ് S ഫേസില്. ഓക്കെ, ഇങ്ങനെയാണ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. ഒരു സെൽ സൈക്കിൾ എടുത്തു കഴിയുമ്പോൾ G1, S, G2, M ഇങ്ങനെയാണ് സെൽ സൈക്കിളിലെ ഫേസസ് പോകുന്നത്. അതില് 24 അവർ സെൽ സൈക്കിൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ 9 hours എന്ന് പറയുന്നത് എന്താണ്? G1 ഫേസ് ആണ്. ഓക്കെ, 9 hours എന്ന് പറയുന്നതും G1 ഫേസ് ആണ്. ആൻഡ് 10 hours എന്ന് പറയുന്നത് S ഫേസ് ആണ്. 4.5 hours എന്ന് പറയുന്നത് G2 ഫേസ് ആണ്. ആൻഡ് ഓൺലി 30 minutes, വെറും 30 minutes മാത്രമാണ് എന്തിലുള്ളത്? M ഫേസിൽ ഉള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് സെൽ സൈക്കിൾ പോകുന്നത്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ടൈമും സെൽ ഇരിക്കുന്നത് ഏത് ഫേസിലാ? ഇന്റർഫേസ് ആണല്ലോ. G2, S, G1 എന്നൊക്കെ പറയുന്നത് ഇന്റർഫേസ് അല്ലേ? സോ മോസ്റ്റ് ഓഫ് ദ ടൈമും സെൽ ഇരിക്കുന്നത് ഇന്റർഫേസിലാണ്. സോ ഇന്റർഫേസിൽ നമ്മൾ ഏത് ഫോം ഓഫ് DNA ആയിരിക്കും കാണുന്നുണ്ടാവുക? ഈ പറയുന്ന സാധാരണ ഇരിക്കുന്ന ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ആണോ കാണുക? അല്ല. ഇറ്റ് ഈസ് അപ്പോഴും ഒരു ലോവർ ലെവൽ ഓഫ് കണ്ടൻസേഷൻ അണ്ടർഗോ ചെയ്തിട്ടുള്ള DNA ആയിരിക്കും ഇന്റർഫേസിൽ ഇരിക്കുന്നുണ്ടാവുക. ആൻഡ് അവിടെ, അതായത് ഇന്റർഫേസിൽ മാക്സിമം അതിന് അണ്ടർഗോ ചെയ്യാൻ പറ്റുന്ന DNA അണ്ടർഗോ ചെയ്യാൻ പറ്റുന്ന കണ്ടൻസേഷൻ എന്ന് പറയുന്നത് 30 nanometer ഫൈബർ സ്ട്രക്ചർ ആണ്. അപ്പൊ ഇന്റർഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇന്റർഫേസിൽ നമ്മൾ ഒരു ന്യൂക്ലിയസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ 11 nanometer ഫൈബർ സ്ട്രക്ചറിലായിരിക്കും DNA ഇരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ 30 nanometer ഫൈബർ സ്ട്രക്ചറിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതാണ് മാക്സിമം ലെവൽ ഓഫ് കണ്ടൻസേഷൻ ഫോർ എ DNA ഓർ ഫോർ എ ക്രോമാറ്റിൻ ഇൻ ഇന്റർഫേസ്. 30 nanometer വരെ ഇന്റർഫേസിൽ പോവുള്ളൂ. അത് കഴിഞ്ഞ് പ്രൊഫേസ്, M ഫേസിലത്തെ പ്രൊഫേസ് തുടങ്ങുന്ന സമയത്താണ് ഹയർ ഓർഡർ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഫസ്റ്റ് ലെവൽ ഓഫ് കണ്ടൻസേഷനിലേക്ക് പോവാം. ഓക്കെ, അതിൽ ലോവർ ഓർഡർ കണ്ടൻസേഷൻ ആണ്. ലോവർ ഓർഡർ കണ്ടൻസേഷനിലെ ന്യൂക്ലിയോസോമൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നോക്കാം. ഓക്കെ, ന്യൂക്ലിയോസോം ലെവൽ എന്ന് പറയുന്നത് 11 nanometer ഫൈബർ സ്ട്രക്ചർ ആണ്. ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു മിനിറ്റ്, ഞാനതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. ഓക്കെ, സോ 11 nanometer ഫൈബർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ന്യൂക്ലിയോസോം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് കണ്ടൻസേഷൻ, അല്ലെങ്കിൽ ലോവർ ഓർഡർ കണ്ടൻസേഷനിലെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ന്യൂക്ലിയോസോം ലെവലാണ്. ന്യൂക്ലിയോസോം എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ, ലിങ്കർ DNA ആൻഡ് ലിങ്കർ ഹിസ്റ്റോൺ. എന്തൊക്കെയാ ന്യൂക്ലിയോസോം എന്ന് പറയുന്ന പാർട്ടിക്കിളിൽ എന്തൊക്കെയുള്ളത്? അല്ലെങ്കിൽ ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചറിൽ എന്തൊക്കെയുള്ളത്? ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ ഉണ്ട്, ലിങ്കർ DNA ഉണ്ട്, ലിങ്കർ ഹിസ്റ്റോൺ ഉണ്ട്. ഓക്കെ, സോ ന്യൂക്ലിയോസോം കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ, ലിങ്കർ DNA ആൻഡ് ലിങ്കർ ഹിസ്റ്റോൺ. ഇവിടെ ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്റെ പോയിന്റർ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പോയിന്ററിലേക്ക് നോക്കുക, ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ. അതായത് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ കൺസിസ്റ്റ് ഓഫ് the core histone or the histone octamer at the center and the DNA that is wrapped around the histone octamer called the core DNA.
അപ്പൊ ഏതൊക്കെ ചേർന്നിട്ടുള്ളതാണ് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ? കോർ ഹിസ്റ്റോൺ അല്ലെങ്കിൽ ഹിസ്റ്റോൺ ഒക്ടാമർ along with the DNA that is wrapped around it called the core DNA. അപ്പൊ ഹിസ്റ്റോൺ ഒക്ടാമറും കോർ ഡിഎൻഎയും കൂടി ചേർന്നതാണ് എന്ത്? ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. രണ്ട് കോർ പാർട്ടിക്കിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റീജിയൻ ഓഫ് DNA, അതിനെയാണ് നമ്മൾ ലിങ്കർ DNA എന്ന് പറയുന്നത്. So the linker DNA is the region of DNA that joins or links two nucleosome core particles. Adjacent core particles ne തമ്മിൽ കണക്ട് ചെയ്യുന്ന region of extended region of linker DNA അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്ന DNA regionനെയാണ് നമ്മൾ എന്താ പറയുന്നത്? linker DNA എന്ന് വിളിക്കുന്നത്. And there is also a linker histone. Linker histone H1. H1 എന്താ ചെയ്യുന്നത്? linker DNA യുടെ കുറച്ച് സൈറ്റ്സിൽ പോയി ബൈൻഡ് ചെയ്യുന്ന ആളാണ് ലിങ്കർ ഹിസ്റ്റോൺ. ഓക്കെ, അപ്പൊ ഓക്കെ ആണല്ലോ. ന്യൂക്ലിയോസോം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോസോം കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ, ലിങ്കർ DNA ആൻഡ് ലിങ്കർ ഹിസ്റ്റോൺ. Now nucleosome core particle is made up of histone octamer or the core histones and the DNA wrapped around it called the core DNA, and then linker DNA and the linker histone and the linker histone binds to linker DNA. Linker histone is H1. ഈ ഫിഗറിൽ കാണാമല്ലോ, the left figure, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫിഗറിൽ H1 ഹിസ്റ്റോൺ കാണുന്നില്ലേ? അത് ലിങ്കർ DNA പോർഷനിലേക്കാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. H1 ആണ് ലിങ്കർ ഹിസ്റ്റോൺ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാ. കോർ ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് H2A, H2B, H3, H4 ആണ്. ആൻഡ് ലിങ്കർ ഹിസ്റ്റോൺ എന്ന് പറയുന്നത് H1 ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഹിസ്റ്റോൺ കോർ ഉണ്ടാക്കിയിട്ടുള്ളത് ഹിസ്റ്റോൺ ഒക്ടാമർ വെച്ചിട്ടാണ്. സോ ഒക്ടാമർ എന്ന് പറയുമ്പോൾ 8 ഉണ്ടായിരിക്കില്ലേ? ഒക്ടാമർ കൺസിസ്റ്റ് ഓഫ് 8 യൂണിറ്റ്സ് അല്ലെ, 8 പ്രോട്ടീൻസ്. സോ ഇവിടെ നമ്മൾ ഓൾറെഡി കോറിന്റെ കാര്യം പറഞ്ഞത് 4 H2A പറഞ്ഞു, H2B പറഞ്ഞു, H3 പറഞ്ഞു, H4 പറഞ്ഞു. അത് 4 ആയുള്ളൂ. സോ എങ്ങനെ ഒക്ടാമർ ഫോം ചെയ്യും? ഈ പറയുന്ന ഓരോ പ്രോട്ടീനിന്റെയും 2 കോപ്പി വീതമായിരിക്കും ഹിസ്റ്റോൺ ഒക്ടാമറിൽ കാണുന്നത്. സോ H2A 2 കാണാം, H2B 2 കാണാം, H3 2 കാണാം, H4 2 കാണാം. സോ ടോട്ടലി 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അല്ലെങ്കിൽ 8 ഹിസ്റ്റോൺസ് ചേർന്നതാണ് എന്ത്? ഹിസ്റ്റോൺ കോർ എന്ന് പറയുന്നത്. ആൻഡ് അറൌണ്ട് ദാറ്റ് ഹിസ്റ്റോൺ കോർ DNA റാപ്പ് ചെയ്യുന്നത് 1.65 ടേൺസ് ആണ്. ഓക്കെ, എങ്ങനെയാണ്? 1.65 ടേൺസ് ആണ് നമ്മുടെ ഹിസ്റ്റോൺ കോർ പാർട്ടിക്കിളിന്റെ ചുറ്റും അല്ലെങ്കിൽ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ ചുറ്റും DNA വൈൻഡ് ചെയ്യുന്നത് 1.65 ടേൺസ് ആണ്. സോ അങ്ങനെ ആ DNA, അതായത് 1.65 ടേൺസ് ചുറ്റുന്ന ആ DNA നമ്മൾ ഓൾറെഡി എന്ത് വിളിച്ചത്? കോർ DNA എന്ന് വിളിച്ചത്. സോ ഹിസ്റ്റോൺ ഒക്ടാമർ ഏതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അതിന് ചുറ്റും DNA 1.65 ടേൺസ് റാപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, കോൾഡ് ദ കോർ DNA. ആൻഡ് റിമൈനിങ് റീജിയൻ ദാറ്റ് കണക്ട്സ് ദ അഡ്ജസന്റ് nucleosome core particles form the linker DNA, and linker histone H1 binds to linker DNA. Okay, ഇനി ഇതിൽ തന്നെ കോർ ഡിഎൻഎയുടെ സൈസ് എന്ന് പറയുന്നത് 147 ബേസ് പെയർ ആണ്. ഓക്കെ, ഞാൻ വിചാരിച്ചു ഞാൻ സ്ലോ ആയിട്ടാണ് പോകുന്നതാണ്. ഓക്കെ, ഇതിലും സ്ലോ ആക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതുവരെ കുഴപ്പമില്ലല്ലോ. Are you with me? എന്താ ഈ 1.65? 1.65 ടേൺസ്, അതായത് എത്ര പ്രാവശ്യം ചുറ്റുന്നു. അതായത് നമ്മൾ 2 കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോ ഒരു ബോൾ എടുത്ത് ചുറ്റും റിബൺ ചുറ്റുകയെന്ന് വിചാരിക്കൂ. റിബൺ ചുറ്റുമ്പോ 1 ടേൺ കഴിഞ്ഞു, 2 ടേൺ കംപ്ലീറ്റ് ആവുന്നില്ല. സോ ഒരു ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചതാണ് 1.65 ടേൺസ്. അത്രയും നമ്പർ ഓഫ് ടൈംസ് ആണ് DNA ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും റാപ്പ് ചെയ്യുന്നത്. Are you with me? കിട്ടുന്നുണ്ടോ? ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, റാപ്പ് ചെയ്യുന്ന ലിങ്കർ ഡിഎൻഎയുടെ ബേസ് പെയർസ് അല്ലേ 147 എന്ന് പറഞ്ഞത്? ലിങ്കർ അല്ല. ലിങ്കർ എന്ന് പറയുന്നത് 2 അഡ്ജസന്റ് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന DNA ആണ് ലിങ്കർ DNA. കോർ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA പോർഷൻ ദാറ്റ് റാപ്സ് ദ ഹിസ്റ്റോൺ കോർ. ഹിസ്റ്റോൺ ഒക്ടാമറിനെ ചുറ്റുന്ന DNA ആണ് കോർ DNA. കോർ DNAയും ലിങ്കർ DNAയും വ്യത്യാസമുണ്ട്. കോർ DNA എന്ന് പറയുന്നത് ഹിസ്റ്റോൺ ഒക്ടാമറുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന റീജിയൻ ആണ്.
ലിങ്കർ DNA is the extended region that is not bound by any histone. ഹിസ്റ്റോണുമായിട്ട് ബൈൻഡ് ചെയ്യാതിരിക്കുന്ന രണ്ട് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റീജിയൻ ഓഫ് DNA ആണ് ലിങ്കർ DNA. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. അപ്പൊ കോർ DNA എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ സയന്റിഫിക്കലി നമ്മൾ എക്സ്പെരിമെന്റലി നമ്മൾ എക്സ്പെരിമെന്റ്സ് കാണാനുണ്ട്. എക്സ്പെരിമെന്റലി അത് 146, 145, 147 ഈ റേഞ്ചിൽ 145 to 147 ബേസ് പെയർ റേഞ്ചിലാണ് കോർ DNAയുടെ സൈസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ കോർ DNA ഹാസ് എ സൈസ് ഓഫ് 147 ബേസ് പെയർ ആൻഡ് ദ ലിങ്കർ DNA ഹാസ് എ സൈസ് ഓഫ് 20 to 60 ബേസ് പെയർ. അപ്പൊ ഒരു 20 മുതൽ 60 ബേസ് പെയർ വരെയാണ് ലിങ്കർ DNAയുടെ സൈസ് എന്ന് പറയുന്നത്. ഇവിടെ കോർ ഹിസ്റ്റോൺ അല്ലെങ്കിൽ കോർ DNAയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഓർഗാനിസംസിലും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഓൾമോസ്റ്റ് സ്ട്രെസ് ചെയ്ത് പറയണമെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കണ്ടുപരിചയമുള്ളവരായിരിക്കാം. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി അല്ലെങ്കിൽ എക്സാക്ട്ലി എന്ന് പറഞ്ഞ വാക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് അല്ലെ. ഒരു ഗ്രാമർ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം വരും ചിലപ്പോൾ. അതുപോലെയാണ് ക്വസ്റ്റ്യൻസ് വരിക. സോ ഈ കോർ DNAയുടെ ലെങ്ത് എക്സാക്ട്ലി 147 ആണ് ഇൻ ഓൾ ഓർഗാനിസംസ് പറഞ്ഞാൽ ശരിയല്ല, അത് തെറ്റാണ്. ഓൾമോസ്റ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എല്ലാ ഓർഗാനിസംസിലും കോർ DNAയുടെ ലെങ്ത് എന്ന് പറയുന്നത് 147 ബേസ് പെയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. On the other hand, linker DNA ക്ക് വരുമ്പോ linker DNA length varies from one organism to another organism. That is one species to another species. ഞാൻ ഓർഗാനിസം ആണ് പറഞ്ഞത്, സോറി, സ്പീഷീസ് ആണ്. ഒരു സ്പീഷീസിൽ നിന്ന് വേറൊരു സ്പീഷീസിലേക്ക് പോകുമ്പോഴത്തേക്കും ലിങ്കർ DNAയുടെ സൈസിൽ ലെങ്ത്തിൽ വ്യത്യാസം വരും. ഇതിപ്പോ 20 to 60 ഒരു ആവറേജ് എടുത്തുവെങ്കിൽ അത് ഹ്യൂമൻസിന്റെ കേസിലേക്ക് വരുമ്പോ ലിങ്കർ DNAയുടെ ലെങ്ത് എന്ന് പറയുന്നത് 38 to 53 ബേസ് പെയർ ആണ്. അത് പഠിക്കണ്ട, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഓരോ ഓർഗാനിസംസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ സ്പീഷീസിലേക്ക് പോകുമ്പോൾ ലിങ്കർ DNAയുടെ സൈസിൽ വലിയ കാര്യമായിട്ട് വ്യത്യാസം വരും. പക്ഷെ കോർ DNAയുടെ സൈസ് ഓൾമോസ്റ്റ് ഓർ അപ്രോക്സിമേറ്റ്ലി 147 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഇവിടെ ലിങ്കർ DNA ഒരു 20 to 60 ബേസ് പെയർ ആണെന്ന് നമ്മളിപ്പോ പറഞ്ഞു. ആ 20 to 60ത്തെ ഒരു 20 to 30 ബേസ് പെയർ ആര് കവർ ചെയ്യുന്നുണ്ട്? ലിങ്കർ ഹിസ്റ്റോൺ ആയിട്ടുള്ള H1 ബൈൻഡ് ചെയ്യുന്നുണ്ട്. സോ 20 to 30 ബേസ് പെയർ ലെങ്ത് ഓഫ് ദ ലിങ്കർ DNA is bound by the linger histone H1. So linger histone H1 എന്ത് ചെയ്യുന്നുണ്ട്? ലിങ്കർ DNAയുടെ 20 to 30 ബേസ് പെയറിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ. ഇത്രയേ ഉള്ളൂ ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ. ഏതൊക്കെയാണ് ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ ഒന്നുകൂടി പറയുകയാണെങ്കിൽ nucleosome core particle ഉണ്ട്, which is made up of histone octamer and the DNA that wraps around the histone octamer called the core DNA. അങ്ങനെ nucleosome core particle ഉണ്ട്. There is the linger DNA that connects or joins two adjacent nucleosome core particles, and there is the linger histone H1 that binds to about 20 to 30 base pair of the linger DNA. So ഇത്രയാണ് ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നു പറയാം. അതിനു മുമ്പ് this appears like a beads on a string structure അല്ലെ. നമ്മൾ ഇന്റർഫേസിൽ ന്യൂക്ലിയസിനെ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിക്കലി വ്യൂ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ beads on a string structure ആണ് കാണുന്നത്. ബിക്കോസ് these are all nucleosomes. ഈ കാണുന്ന ഓരോ ബീഡഡ് സ്ട്രക്ചർ എന്താണ്? ഓരോ ന്യൂക്ലിയോസോംസ് ആണ്. ഇപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് ന്യൂക്ലിയോസോം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അല്ലെ. അങ്ങനെ ഓരോ ന്യൂക്ലിയോസോമിനും ഈ പറയുന്ന എല്ലാ സ്ട്രക്ചേഴ്സും ഉണ്ട്. അങ്ങനെ ന്യൂക്ലിയോസോംസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ബീഡഡ് സ്ട്രക്ചർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇന്റർഫേസിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. ഓക്കെ. ഇനി മൈക്രോകൊക്കൽ ന്യൂക്ലിയസ് ഡൈജഷൻ, അതായത് നമ്മൾ എങ്ങനെയാണ് ന്യൂക്ലിയോസോമിന്റെ കോർ DNAയുടെ സൈസ് ഇത്രയാണ് അല്ലെങ്കിൽ ലിങ്കർ DNAയുടെ സൈസ് ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? അത് നമ്മൾ മൈക്രോകൊക്കൽ ന്യൂക്ലിയസ് ഡൈജഷൻ എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിച്ചത്. സോ മൈക്രോകൊക്കൽ ന്യൂക്ലിയസ് ഡൈജഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ന്യൂക്ലിയോസോം എടുത്തു, അതിലേക്ക് ലൈറ്റ് ന്യൂക്ലിയസ് ഡൈജഷൻ നടത്തി, അതായത് കുറച്ച് എമൗണ്ട് ഓഫ് ന്യൂക്ലിയസ് ആഡ് ചെയ്ത് കൊടുത്തു. സോ എന്തുണ്ടാക്കും? ന്യൂക്ലിയസ് എന്താ ചെയ്യാ? DNA റീജിയൻസിനെ കട്ട് ചെയ്യുന്ന ആളല്ലേ ന്യൂക്ലിയസ്. സോ എന്ത് ചെയ്തു? അയാള് ഈ ഇടയിലുള്ള റീജിയൻസ് കട്ട് ചെയ്യും.
അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ആ DNA ലെങ്ത് നോക്കിയപ്പോൾ ഒരു 170 to 240 ബേസ് പെയർ ആണ് കിട്ടിയത്. ഓക്കെ, സോ വേറൊരു കാര്യം, DNA that is bound to the protein is not susceptible to cleavage by nuclease. ന്യൂക്ലിയസ് എങ്ങനെയുള്ള DNA കട്ട് ചെയ്യുള്ളൂ? ഫ്രീ ആയിട്ട് നിൽക്കുന്ന DNA മാത്രമേ കട്ട് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മുടെ ഹിസ്റ്റോൺ എന്ന് പറയുന്നത് എന്താ? പ്രോട്ടീൻ അല്ലേ. സോ അങ്ങനെ പ്രോട്ടീന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രോട്ടീനിലേക്ക് ബൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ റാപ്പ് ചെയ്തിരിക്കുന്ന DNA ആര് കട്ട് ചെയ്യില്ല? ന്യൂക്ലിയസ് കട്ട് ചെയ്യില്ല. സോ ഇവിടെ ലിങ്കർ DNA റീജിയൻസിനെയാണ് ലൈറ്റ് ന്യൂക്ലിയസ് ഡൈജഷൻ കൊടുത്തപ്പോ കട്ട് ചെയ്തത്. ആൻഡ് നമുക്ക് ഇങ്ങനെ സ്ട്രക്ചേഴ്സ് കിട്ടി. നമ്മൾ എന്നിട്ട് ഹെവി ന്യൂക്ലിയസ് ഡൈജഷൻ കൊടുത്തു നോക്കുന്നു. ഹെവി ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്താ? ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയസ് എൻസൈം ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ ഹയർ കോൺസെൻട്രേഷനിൽ എന്തും ചെയ്യും? ഓക്കെ, ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യാം, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഹയർ കോൺസെൻട്രേഷനിൽ എന്താ ചെയ്യാ? അതായത് ഈ പറയുന്ന കുറച്ച് എൻഡുകൾ ബാക്കി ഉണ്ടായിരുന്നില്ലേ കട്ട് ചെയ്യാൻ? അപ്പൊ അത്രയും എക്സ്ട്രീം പ്രിസിഷനോട് കൂടി അതായത് പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന DNA ഒഴികെയുള്ള എല്ലാ പോർഷനും കട്ട് ചെയ്ത് കളയുമാര് ന്യൂക്ലിയസ്. സോ ഫൈനലി നമുക്ക് ഈ കോർ DNA ആണ് ബാക്കി കിട്ടുക. ആൻഡ് കോർ DNA ലെങ്ത് നമ്മൾ അസൈ ചെയ്ത് നോക്കിയപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി 146 ബേസ് പെയർ. ഓക്കെ, നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 146 അല്ലെങ്കിൽ 147 ബേസ് പെയർ ആണ് കോർ DNA സൈസ് എന്ന്. അത് നമ്മൾ കണ്ടുപിടിച്ചത് മൈക്രോകൊക്കൽ ന്യൂക്ലിയസ് ഡൈജഷൻ വെച്ചിട്ടാണ്. ഇത്ര ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടുതലായിട്ടൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്തേ പറയുന്നുള്ളൂ, എങ്ങനെ കോർ DNA സൈസ് നമ്മൾ കണ്ടുപിടിച്ചു എന്നേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. സോ അതിനു മുമ്പ് ഞാൻ ഇത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് ന്യൂക്ലിയോസോമിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 11 നാനോമീറ്റർ ആണ്. 11 ആണ്. 11 നാനോമീറ്റർ ആണ് എന്ത് ഒരു ന്യൂക്ലിയോസോമിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 നാനോമീറ്റർ ആണ്. ഇതിപ്പോ ആങ്സ്ട്രത്തിലാണ് ഈ ഒരു ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിപ്പോ ആങ്സ്ട്രം ടു നാനോമീറ്റർ കൺവേർഷൻ ചെയ്താൽ മതി. ഓക്കെ, മൈക്രോകൊക്കൽ അതെന്നാണ് അത് ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്? മൈക്രോകൊക്കസിൽ നിന്നാണ് ഈ ന്യൂക്ലിയസ് ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈക്രോകൊക്കൽ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. അതിന്ന് മൈക്രോകൊക്കസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്ത ന്യൂക്ലിയസ് ആയതുകൊണ്ടാണ് നമ്മൾ മൈക്രോകൊക്കൽ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. മൈക്രോകൊക്കൽ ഡൗട്ട് ആയിക്കോട്ടെ. ഇപ്പൊ ന്യൂക്ലിയസ് അതായത് ഹിസ്റ്റോൺസുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള DNA എന്താ പറയാ ക്ലീവ് ചെയ്യില്ലെന്നല്ലേ പറഞ്ഞ? പക്ഷെ ലിങ്കർ DNAയും കുറച്ച് H1 ഹിസ്റ്റോണുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. അത് ഹിസ്റ്റോൺസ് കൺസിഡർ ചെയ്യുന്നില്ല നമ്മളിവിടെ. സോറി, H1 കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. H1 ഇല്ലാത്ത എങ്ങനെ ഇരിക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്? മൈക്രോകൊക്കൽ ന്യൂക്ലിയസിന് വിധേയമാക്കിയിട്ടുള്ളത്. അതായത് H1 ഹിസ്റ്റോൺ ആക്ച്വലി ഇതിന് സ്റ്റെബിലിറ്റി കൂട്ടുന്ന ഒരാളാ. വേറെ വലിയ പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നും ആർക്കില്ല, H1 പറയുന്നില്ല. സോ ഇവിടെ ഹിസ്റ്റോൺ H1 കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, H1 കൺസിഡർ ചെയ്യാത്ത റീജിയൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സോ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടെ ഒരു 240 ബേസ് പെയറും പിന്നീട് 146 ബേസ് പെയറിൽ കൃത്യമായിട്ട് കോർ DNA മാത്രം ഒപ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് 146 ബേസ് പെയറിലേക്ക് എത്തുന്നത്. ഇത് കൂടുതലായിട്ടൊന്നും നോക്കാനില്ല. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞു, ഞാൻ സ്പീഡ് കുറയ്ക്കാം. കൂടുതലാണെങ്കിൽ പറഞ്ഞോളൂ, കുറയ്ക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ കുറയ്ക്കാം. ഓക്കെ, സോ മൈക്രോകൊക്കൽ ന്യൂക്ലിയസ്. ഹലോ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? പറഞ്ഞു. ഇപ്പോ ഈ ന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യുന്നത്, ഡൈജസ്റ്റ് ചെയ്യുന്നത് ലിങ്കർ DNA പാർട്ട് മാത്രല്ലേ ഉള്ളൂ? അതെ, ലിങ്കർ DNA മാത്രമേ ഉള്ളൂ. കാരണം ലിങ്കർ DNA ആണ് വേറെ പ്രോട്ടീൻസ് ഒന്നും ആയിട്ട് ഇന്ററാക്ട് ചെയ്യാതെ ഇപ്പൊ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഈ മൈക്രോകൊക്കൽ ന്യൂക്ലിയസ് ഡൈജഷൻ എന്ന് പറയുന്നത് ലിങ്കർ DNA ബേസ് പെയർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണോ? അല്ല, അത് ഏത് DNAയും കട്ട് ചെയ്യും. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ബീഡഡ് സ്ട്രക്ചർ അല്ലേ? സോ ബീഡഡ് സ്ട്രക്ചറിൽ ഇരിക്കുമ്പോ ന്യൂക്ലിയോസോം ആയിട്ട് അല്ലെങ്കിൽ ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ ആയിട്ട് ഇരിക്കുന്ന DNA കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് ബൗണ്ട് ടു ദ പ്രോട്ടീൻ. പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടല്ലേ ഇരിക്കുന്നത്. സോ അതിനേക്ക് പോയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. എന്ത്? ആ കോർ പാർട്ടി, അതായത് കോർ DNA ഡൈജഷൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ബേസ് പെയർ എങ്ങനെ ഈ ഒരു മെത്തേഡ് നമ്മളത് അൺബൈൻഡ് ചെയ്ത് എടുത്തിട്ട് ഇലക്ട്രോഫോറസിസോ ബേസ് പെയർ അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ് അത് വേണമെങ്കിൽ ഞാനൊന്ന് നോക്കിയിട്ട് ഗ്രൂപ്പിൽ ഇടാം, ഞാൻ ഫർദർ ആയിട്ട് ഇടാം.
ഓക്കെ അത് അസ ഉണ്ട്, അതെന്താ വെച്ചാൽ വാട്സണിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കാഞ്ഞതാണ്. അത് നമ്മൾ അസൈ ചെയ്ത് നോക്കി എത്ര ബേസ് പെയർ ഉണ്ടെന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, കോർ ഡി എൻ എയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ കോർ ഡി എൻ എയുടെ ലെങ്ത് 146 ആണെന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. മൈക്രോക്കക്കൽ ന്യൂക്ലിയസ് ഡൈജഷൻ വെച്ചിട്ടാണ് നമുക്ക് കോർ ഡി എൻ എയുടെ സൈസ് കണ്ടുപിടിക്കാൻ പറ്റിയത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ലൈറ്റ് ന്യൂക്ലിയസ് ഡൈജഷൻ കൊടുത്തു നോക്കി, അതായത് കുറച്ച് എമൗണ്ട് ഓഫ് ന്യൂക്ലിയസ് ആഡ് ചെയ്ത് കൊടുത്തു നോക്കി. സോ ലിങ്കർ ഡി എൻ എ ആണ് അവിടെ ഫ്രീ ആയിട്ടുള്ളത്. ദ ഡി എൻ എ ദാറ്റ് ഇസ് ബൗണ്ട് ടു ദ പ്രോട്ടീൻ ഇസ് നോട്ട് സസെപ്റ്റബിൾ ടു ക്ലീവേജ് ബൈ ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയസ് എവിടെ മാത്രമേ കട്ട് ചെയ്യുള്ളൂ, ലിങ്കർ ഡി എൻ എയിൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്തു, ഡിഫറെന്റ് ന്യൂക്ലിയോസോംസിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. ആൻഡ് ഹെവി ന്യൂക്ലിയസ് ഡൈജഷൻ കൊടുത്തു നോക്കിയപ്പോ എക്സാക്ട്ലി കോർ ഡി എൻ എ മാത്രം ബാക്കിയാക്കിക്കൊണ്ട് ബാക്കിയെല്ലാം ക്ലീഡ് ആയി പോയി. ആൻഡ് നമ്മൾ എന്നിട്ട് അതിന് അസേ ചെയ്ത് നോക്കിയപ്പോ അതിന്റെ ലെങ്ത് 146 ബേസ് പെയർ ആണെന്ന് കണ്ടെത്താൻ പറ്റി. സോ ഇങ്ങനെയാണ് കോർ ഡി എൻ എയുടെ സ്ട്രക്ചർ, കോർ ഡി എൻ എയുടെ ലെങ്ത് 146 ആണെന്ന് കണ്ടുപിടിച്ചത്.